ഗുഡ് മോർണിംഗ്. കൊല്ലം സ്റ്റോറീസ് മോർണിംഗ് അപ്ഡേറ്റ്സ്. എക്സൈസ് പരിശോധന ശക്തം. കൊല്ലം ജില്ലയിൽ ലഹരിമരുന്ന് മാഫിയ ശക്തിപ്പെടുന്നതായും കേസുകളുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായതായും എക്സൈസ് വകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. 2024 636 കേസുകൾ റിപ്പോർട്ട് ചെയ്ത സ്ഥാനത്ത് 2025 അത് 1083 ഉയർന്നു. വൻതോതിൽ കഞ്ചാവും MDMA ഉൾപ്പെടെയുള്ള സിന്തറ്റിക് ലഹരി മരുന്നുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ലഹരി കടത്ത് തടയാൻ എക്സൈസും പോലീസും ചേർന്ന് 11,000-ലധികം റെയ്ഡുകളും 60,000-ലേറെ വാഹന പരിശോധനകളും നടത്തി. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് പ്രധാനമായും ജില്ലയിലേക്ക് ലഹരി എത്തുന്നത്. കൊട്ടാരക്കരയിലും പരവൂരിലും ഇന്ന് വൈദ്യുതി മുടങ്ങും. കൊട്ടാരക്കര വെസ്റ്റ് സെഷന് കീഴിലുള്ള പാണ്ടിവയൽ രാവിലെ 9 മുതൽ വൈകിട്ട് 3 വരെയും, KIP കോളനി ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകിട്ട് 5:30 വരെയും, പരവൂർ ഇലക്ട്രിക്കൽ സെഷനിൽ ഓവർബ്രിഡ്ജ് ട്രാൻസ്ഫോമർ പരിധിയിലുള്ള പ്രദേശങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയും വൈദ്യുതി ഉണ്ടായിരിക്കുന്നതല്ല. ജില്ലയിലെ ഭിന്നശേഷി വയോജനങ്ങൾക്കായി ആർട്ടിഫിഷ്യൽ ലിംബ്സ് മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ മുഖേന സഹായ ഉപകരണങ്ങൾ നൽകുന്നു. ആവശ്യമുള്ളവർ രേഖകൾ സഹിതം അടുത്തുള്ള അംഗനവാടികളുമായി ബന്ധപ്പെടാം. വനിതാ വികസന കോർപ്പറേഷനിൽ ജില്ലയിൽ സ്ഥിരതാമസക്കാരായ പട്ടികജാതി, പട്ടികവർഗ, ന്യൂനപക്ഷ പൊതുവിഭാഗങ്ങളിലെ വനിതകൾക്കായി സ്വയം തൊഴിൽ വായ്പയ്ക്ക് അപേക്ഷ ക്ഷണിച്ചു. കഴിഞ്ഞ ദിവസം മാരാരിത്തോട്ടത്ത് വെച്ച് നൌഫൽ എന്നയാളെ തടഞ്ഞു നിർത്തി പണം ആവശ്യപ്പെടുകയും അത് നൽകാത്തതിനെ തുടർന്ന് ആയുധം ഉപയോഗിച്ച് ആക്രമിക്കുകയുമായിരുന്നു. സംസ്ഥാനത്ത് ചില പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ഇന്നത്തെ സ്വർണ്ണവില: പവന് 1,02,280 രൂപ, ഗ്രാമിന് 12,785 രൂപ.